നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് രൂപേണ, അതേപോലെ വാട്സാപ്പ് രൂപേണൊക്കെ. അപ്പോൾ അതിൽ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാനിന്ന് മറുപടിയായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുന്ന ടൈമിൽ ഫ്രൂട്ട്സ് പ്ലാന്റിന് നമുക്ക് എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അതേപോലെ എപ്സം സാൾട്ട് എത്ര അളവിലാണ് കൊടുക്കേണ്ടത്, അതേപോലെ എത്ര കാലയളവിലാണ് നമ്മൾ എപ്സം സാൾട്ട് ചെടികൾക്ക് കൊടുക്കേണ്ടത്? അപ്പോൾ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ്. നമ്മൾ എല്ലാതരം കൃഷിക്കും എപ്സം സാൾട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് ചെടികളെ ഓരോരോ വളർച്ചാ ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സെക്കൻഡറി മൂലകം, ഉപമൂലകങ്ങളായിട്ടുള്ള മഗ്നീഷ്യവും സൾഫറും അടങ്ങിയിട്ടുള്ളതാണ് ഈ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വളം. അപ്പൊ എപ്സം സാൾട്ട് ജൈവമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എപ്സം സാൾട്ട് കിട്ടുമ്പോൾ അതിൽ രാസ കോട്ടിങ് കൊടുത്തിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് ജൈവം എന്ന് നമുക്ക് എപ്സം സാൾട്ടിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ നമ്മൾ എപ്സം സാൾട്ട് ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഉപമൂലങ്ങൾ അതേപോലെ സൂക്ഷ്മമൂലങ്ങളൊക്കെ നമ്മൾ പ്രധാന മൂലകങ്ങൾ നമ്മൾ കൊടുക്കുന്നതിലൂടെ തന്നെ ചെടികൾക്ക് ചെറിയ തോതിലൊക്കെ കിട്ടും. അതുപോലെ മറ്റു വളങ്ങൾ കൊടുക്കുന്നതിലൂടെ ഒക്കെ കിട്ടും. ഇപ്പൊ നമ്മൾ ഡോളോമേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാന്നുണ്ട്, അതിന് കാൽസ്യം മഗ്നീഷ്യം ഒക്കെ ചെടികൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ചെടികൾക്ക് ചെറിയ തോതിലൊക്കെ കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ മണ്ണിലൊക്കെ കൃഷി ചെയ്യുന്ന ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 മാസം കൂടുമ്പോൾ ഒരു 30 ഗ്രാം ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ ഈ 30 ഗ്രാം നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇലകളിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാം. ഇനി നമ്മൾ പോട്ടിലോ ഡ്രമ്മിലോ ഒക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇപ്പൊ ചെടികൾക്ക് നമ്മൾ മറ്റു രീതിയിൽ കൊടുക്കുന്ന, അത് ചിലപ്പോൾ മൈക്രോ ന്യൂട്രിയന്റ് കൊടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ മഗ്നീഷ്യം വരുന്നുണ്ട്, അതേപോലെ സൾഫർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക ഏതൊക്കെ കണ്ടന്റ് ആണ് ആ നമ്മൾ വാങ്ങുന്ന മൈക്രോ ന്യൂട്രിയന്റിൽ അടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മറ്റു വളങ്ങൾ കൊടുക്കുന്ന കൂടുതൽ ചെടിക്ക് മഗ്നീഷ്യം കിട്ടുന്നുണ്ടോ, സൾഫർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടിലോ ഡ്രമ്മിലോ വെച്ച് ചെടികൾക്കൊക്കെ മാസത്തിൽ 10 ഗ്രാം വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നുവെച്ചാൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് അതിരാവിലെ ഒരു 7 മണി ഒരു സമയത്തൊക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം, അപ്പൊ അത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ കമന്റിൽ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഇന്നെ പോലത്തെ യൂട്യൂബേഴ്സ് ഒരു മറുപടി പറയാന്നുണ്ടെങ്കിൽ അതിൽ തെറ്റിദ്ധാരണ വരാൻ വേണ്ടി ഒരുപാട് ചാൻസ് കൂടുതലാണ്. കാരണം കമന്റിൽ നമുക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല അത് വായിക്കുന്ന ആൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വതവേ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, സ്വതവേ ഞാനിപ്പോൾ മാവ് പ്രൂണിങ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്ന ടൈമിൽ പലരും ചോദിക്കുന്ന ഒരു നോർമലി ഉള്ള ഒരു ചോദ്യമാണ്, നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണോ, അല്ലെ പ്രൂൺ ചെയ്യുന്നതിന്റെ തലേ ദിവസം വളങ്ങൾ കൊടുക്കണം, അല്ലെ പ്രൂൺ ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഞാൻ കൊടുക്കുന്ന ഒരു മറുപടിയാണ്. കാരണം ഞാനെന്നല്ല, മറ്റൊരു മാവിന്റെ കൃഷി ചെയ്യുന്ന എല്ലാവരും പറയുന്ന ഒരേ ഒരു രീതിയാണ്, പ്രൂണിങ്ങും വളപ്രയോഗവും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. പക്ഷെ പ്രൂൺ ചെയ്താൽ ഉടനെ തന്നെ വളം കൊടുക്കണം എന്നുള്ള ഒരു നിയമം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പ്രൂൺ ചെയ്യുന്ന ടൈമിൽ മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ ഓൾറെഡി മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം പോഷകങ്ങൾ ഉണ്ടെങ്കിലും മാത്രം നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങൾ വരുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലോ. കാരണം മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പുതിയ ശിഖരങ്ങൾ മുളച്ചു വരുള്ളൂ. അപ്പൊ അതിന് നമ്മൾ അപ്പം തന്നെ വെച്ചാൽ പ്രൂൺ ചെയ്ത് അപ്പം തന്നെ നമ്മൾ ജൈവവളങ്ങൾ അടിവളമായിട്ട് കൊടുത്തത് കൊണ്ട് ചെടിക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റില്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. കാരണം നമ്മൾ ജൈവവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താൽ അത് ചെടികൾ വലിച്ചെടുക്കാനുള്ള ഒരു പാകം ആവണം എന്നുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച മുതൽ ഒരു മാസം വരെ നമുക്ക് സമയമെടുക്കും. അപ്പൊ നമ്മൾ പ്രൂൺ ചെയ്ത് തലേന്ന് ഇപ്പം നമ്മൾ ജൈവ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിറ്റേന്ന് പ്രൂൺ ചെയ്താൽ ആ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ മണ്ണിൽ ജൈവ വളങ്ങൾ മുമ്പേ കൊടുത്തിട്ടുള്ള പോഷകങ്ങൾ മണ്ണിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശിഖരങ്ങൾ വരിക. അതേപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത പിറ്റേന്ന് തന്നെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തതിന് കൊണ്ടും ആ പ്രൂൺ ചെയ്തതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം അപ്പൊ കിട്ടൂല. വളങ്ങൾ കൊടുത്താൽ അത് പിന്നീട് ചെടിക്ക് അത് വലിച്ചെടുക്കാൻ പറ്റും. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അപ്പൊ ഈ സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചുതരാം. വളം ചെയ്തിട്ടാണോ പ്രൂൺ ചെയ്യേണ്ടത്, അങ്ങനെയെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണമെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്, എന്നോട് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ആ ഒരു ചോദ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് ആ സുഹൃത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു കണക്കില്ല. പ്രൂൺ ചെയ്യുമ്പോൾ പുതിയ കമ്പ് മുളച്ചു വരണമെങ്കിൽ മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടായിരിക്കണം. മുമ്പോ ശേഷമോ വളങ്ങൾ നൽകാം.
പ്രൂണിങ്ങും വളപ്രയോഗവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കമന്റിന് അതേ രൂപത്തിൽ ഞാൻ മറുപടി കൊടുത്തപ്പോൾ ആ സുഹൃത്ത് വീണ്ടും അടുത്ത കമന്റിൽ പറഞ്ഞു, ബ്രോ പറഞ്ഞല്ലോ തളിര് വരുമ്പോൾ മണ്ണിൽ പോഷകങ്ങൾ വേണമെന്ന്, അതിൽ തന്നെ ഉണ്ട് ഉത്തരം. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ മറുപടിയിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ അതിനപ്പം തന്നെ മറുപടി കൊടുത്തു. അതായത് ബ്രോ, പ്രൂൺ ചെയ്യുന്ന തലേ ദിവസം വളം കൊടുത്താൽ ആ വളം ചെടിക്ക് വലിച്ചെടുക്കുന്ന പാകത്തിലാവണം എങ്കിൽ മിനിമം 1 മാസമെങ്കിലും എടുക്കും. അതുകൊണ്ടാ പറഞ്ഞത് പ്രൂണിങ് വളപ്രയോഗവും തമ്മിൽ ബന്ധമില്ല എന്ന്. നമ്മൾ മുമ്പേ കൊടുത്ത പോഷകങ്ങൾ മണ്ണിൽ ഉണ്ടാകണം. പക്ഷെ മുമ്പേ വളങ്ങൾ കൊടുത്ത പോഷകങ്ങൾ അവിടെ മണ്ണിൽ ഉണ്ടായിരിക്കണം. അത് ഞാൻ തിരിച്ച് മറുപടി കൊടുത്തപ്പോൾ ആ സുഹൃത്ത് വീണ്ടും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആ സുഹൃത്ത് എനിക്ക് അയച്ച കമന്റ് ഇങ്ങനെയാണ്: അത്ര വിവരമില്ലാത്തവരാണ് നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന തോന്നൽ നിങ്ങൾക്ക് വ്യൂവേഴ്സ് അളക്കാനുള്ള ആ ഒരു ഇതല്ല, ഇല്ലാത്തത് കൊണ്ടാവും. തർക്കിക്കാനോ താങ്കളെ ബുദ്ധിമുട്ടിക്കാനോ ചോദിച്ചതല്ല. താങ്കൾ വളരെ ആധികാരികമായി എല്ലാം പറയുന്നത് കൊണ്ട് എൻ്റെ ചോദ്യത്തിന് മറുപടി തരാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. മാപ്പാക്കണം, നന്ദി എന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആയിരിക്കാം. കാരണം ആ സുഹൃത്ത് ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, വളങ്ങൾ ആദ്യം നൽകണോ എന്നുള്ളത്. അപ്പൊ ഞാൻ ചിന്തിച്ചോർത്ത് വന്നുള്ള തെറ്റായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി കൊടുത്തതിൽ ആ സുഹൃത്ത് ചിന്തിച്ചോർത്തുള്ള തെറ്റായിരിക്കും. അപ്പൊ നമ്മൾ കമന്റിൽ നമ്മളിപ്പോൾ എന്താണോ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ മനസ്സിലാക്കണമെന്നുണ്ട് നമ്മൾ ഒന്ന് നേരിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് എത്രത്തോളം വിശദീകരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ കമന്റിലൂടെ പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വലിയ രീതിയിൽ തന്നെ കമന്റിന് മറുപടി കൊടുക്കാറുണ്ട് ടൈപ്പ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ ഇതാണ് സംഭവം. കാരണം നമ്മളൊരു മാവ് പ്രൂൺ ചെയ്യാന്നുണ്ടെങ്കിൽ പ്രൂണിങ്ങിന്റെ ഉടനെ തന്നെ അല്ലെങ്കിൽ തലേന്നോ പിറ്റേന്നോ വളം കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. അതും വളപ്രയോഗം പ്രൂണിങ്ങും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷെ നമ്മൾ പ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മളെ മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടായിരിക്കണം. അത് നമ്മൾ മുമ്പേ ജൈവ വളങ്ങളൊക്കെ നമ്മൾ മുമ്പേ കൊടുത്താലേ നമ്മൾ 1 മാസം കഴിഞ്ഞാലൊക്കെ മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ല ഉടനെ തന്നെ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള മറുപടി കേട്ടോ. ഇനി അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, എൻ്റെ വീട്ടിലെ തക്കാളി ചെടി ഇപ്പൊ മുളച്ച് ഈ മഴക്കാലത്ത് മുളച്ച് വരുമ്പോൾ അതിന്റെ ഇലകളിലൊക്കെ കറുപ്പ് വരുന്നു, പുതിയ ഇലകൾ വരുന്നൊക്കെ കറുത്ത് പോകുന്നുണ്ട്, അതേപോലെ തണ്ടിലൊക്കെ കറുപ്പ് വരുന്നത് അതെന്താണെന്നുള്ളത്. അപ്പൊ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, ചില ഫംഗൽ രോഗമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ തക്കാളിയിൽ നല്ല മറ്റുള്ള നമ്മളെ ഫ്രൂട്ട് പ്ലാന്റിലൊക്കെ വരുന്നതാണ്. ഫംഗൽ രോഗമാണ് മഴക്കാലത്ത് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളത് കട്ട് ചെയ്യുക. ആ ഭാഗം വെച്ചാൽ ആ കറുപ്പ് വരുന്ന ആ ഭാഗം, ആ ശീലങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ തക്കാളിയിലൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ശീലങ്ങളൊക്കെ മുളച്ചു വരും. അപ്പൊ നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൂഡോമോണസ് ഉണ്ടല്ലോ, സൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇലകളിലും അടിഭാഗത്തൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളാഴ്ച ഒരു 5 മണി 5 മണിൻ്റെ ശേഷമായിട്ട് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 3 ദിവസം ഗ്യാപ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മാറുന്ന വരെ, പുതിയ ശരീരങ്ങളിലോ അല്ലെങ്കിൽ എടുത്തുള്ള ചെടികളിലൊക്കെ ഇത് പൂർണ്ണമായിട്ട് മാറുന്ന വരെ നമുക്കൊരു 2 ആഴ്ചയൊക്കെ നമുക്ക് 3 ദിവസത്തെ ഗ്യാപ്പിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആ ഒരു ടൈമിൽ മറ്റു രാസവളങ്ങളോ മറ്റ് വളങ്ങളൊന്നും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുക. ഇനി രണ്ടാമത്തെ, അപ്പൊ ചിലർ ചോദിക്കുന്നതാണ് നമ്മൾ ഫംഗിസൈഡ് ആയിട്ടുള്ള സാഫ് നമുക്ക് കൊടുത്തൂടെ എന്നുള്ളത്. അപ്പൊ സാഫും സ്യൂഡോമോണസും ഒക്കെ നമുക്ക് ഫംഗിസൈഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, സ്യൂഡോമോണസ് ആകുമ്പോൾ ജൈവമാണ്, സാഫാണെന്നുണ്ടെങ്കിൽ രാസാണ്. അപ്പൊ സാഫും നമുക്ക് ഇതേ രൂപത്തിൽ കൊടുക്കാം. അപ്പൊ സാഫാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടൊന്നും എടുക്കണ്ട. ഇപ്പൊ തക്കാളി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്രാമോ 3 ഗ്രാമോ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ സാഫാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മാറുന്ന വരെ ആഴ്ചയിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ലത് സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ സ്യൂഡോമോണസ് തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ ഇതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും അതേപോലെ കമന്റുകളൊക്കെ വീഡിയോ കാണും. പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഇതെങ്ങനെയാ ചെയ്യുന്നത്. കാരണം ഞാനും അതേപോലെ തന്നെ ആയിരുന്നു കൃഷിയിൽ. കാരണം പല ഡൗട്ടുകളായിരുന്നു. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപേണ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് വാട്സാപ്പ് രൂപേണൊക്കെ ചോദിക്കാം. ഇനിയിപ്പോ കമന്റിൽ ഞാൻ മറുപടി നൽകിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ തെറ്റിദ്ധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്നോട് വാട്സാപ്പിലും ചോദിക്കാം കേട്ടോ. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ്, അല്ലാതെ ഇതിനായിട്ട് യൂട്യൂബിനായിട്ട് വേറെ സിം എടുത്ത നമ്പറൊന്നുമല്ല. എൻ്റെ എല്ലാം കൂടി ഒരൊറ്റ സിം തന്നെ ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ തെറ്റിദ്ധാരണ നമുക്ക് ഒഴിവാക്കാം. കാരണം കൂടുതലായിട്ട് വിശദീകരിച്ച് പറയേണ്ടതൊക്കെ നമുക്ക് കമൻറ്റിലൂടെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാനും ഡ്യൂട്ടിയിലായിരിക്കും. കാരണം ഞാനിപ്പോൾ ഒരു 9 മണി 9:30 ഞാൻ ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ രാത്രി ഞാൻ വരാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ആയിട്ട് അയച്ച് എന്നോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാൻ അവരോട് ഗ്യാപ്പിട്ടിട്ടാണ് ഞാൻ അതിന് മറുപടി കൊടുക്കാറുള്ളത്. അപ്പോൾ അവർക്കൊക്കെ അത് മനസ്സിലാവും.
അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, കാരണം ഞാൻ ഇതെല്ലാം തികഞ്ഞ ആളല്ല. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ മറ്റേ വിവരമില്ലാത്തവരാണ് എന്നുള്ളൊരു ചിന്താഗതി എനിക്കില്ല. അപ്പോൾ എല്ലാവരും ഇത് അറിയുന്നവരാണ്, കാരണം ഞാൻ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ആശയങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ, അതേപോലെ എൻ്റെ ആശയങ്ങൾ തെറ്റാണെങ്കിൽ അത് തിരുത്തപ്പെടാനും കൂടിയിട്ടാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനെല്ലാം അറിയുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ വിവരമില്ലാത്തവരാണെന്നുള്ളൊരു ചിന്താഗതി എനിക്കില്ല. കാരണം പലരും ഇപ്പം എൻ്റെ വീഡിയോ തന്നെ അറിയാം, കമൻറ്റിൽ ഞാൻ എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എന്നെ തിരുത്തുന്ന രൂപത്തിൽ അറിവുള്ള ആൾക്കാർ മറുപടി പറയുമ്പോൾ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് അത് ഞാൻ സ്വീകരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റായ ധാരണ ഒന്നും എനിക്കില്ല. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. താങ്ക്